ഹലോ, റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ ഗോബി മഞ്ചൂരിയൻ വീട്ടിൽ തയ്യാറാക്കിയാലോ? ഇതിനു വേണ്ടി ഒരു കോളിഫ്ലവർ കട്ട് ചെയ്ത് അല്പം മഞ്ഞളും ചേർത്ത് തിളച്ച വെള്ളത്തിലിട്ട് ഊറ്റിയെടുക്കാം. പിന്നെ വേണ്ടത് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദാ മാവും 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടിയും ആവശ്യത്തിന് ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ സോയാ സോസും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 1 കപ്പ് വെള്ളം ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ച കോളിഫ്ലവർ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം കൂടി നല്ലതുപോലെ മസാല പിടിച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി എണ്ണ ചൂടായതിലേക്ക് തിരിച്ചും മറിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഗ്രേവി തയ്യാറാക്കാം. ഒരു പാൻ ചൂടായ ശേഷം 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്ത് ഓയിൽ ചൂടായി വന്നാൽ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും പിന്നെ 1 മീഡിയം സവാള അരിഞ്ഞതും എരിവിന് ആവശ്യമായ പച്ചമുളകും 1 ടീസ്പൂൺ ടൊമാറ്റോ സോസും 1 ടീസ്പൂൺ സോയാ സോസും 1 ക്യാപ്സിക്കം കട്ട് ചെയ്തതും ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഫ്രൈ ചെയ്ത കോളിഫ്ലവർ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടി 1/2 കപ്പ് വെള്ളത്തിൽ കലക്കി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ നമ്മുടെ ഗോബി മഞ്ചൂരിയൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്